ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇലിമ്പൻപുളി അഥവാ കുറുക്കപ്പുളിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് ഒട്ടുമിക്ക വീടുകളിലും ഉള്ള ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കായ്ഫലം ഉണ്ടാകുന്ന ഒരു വൃക്ഷച്ചെടിയാണിത്. ഇതിനകത്ത് നിറച്ച് കായ് പിടിക്കുകയും അതുപോലെ സീസൺ ഇല്ലാതെ ഇത് കായ്ക്കും. മിക്ക സമയങ്ങളിലും ഇതിനകത്ത് കായ ഉണ്ടാകുകയും ചെയ്യും. ഇതിൻ്റെ കായ കൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം, മീൻ കറിയിലിടാം, സാമ്പാറിലിടാം, അതുപോലെ അച്ചാറുണ്ടാക്കാം, ഉണക്കി സൂക്ഷിക്കാം. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് ഈ ഇലിമ്പൻപുളി അല്ലെങ്കിൽ കുറുക്കാപ്പുളി എന്ന് പറയുന്നത്. പലരും പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ചിലർ ഇതിനെ നമ്മുടെ ഒറ്റമൂലിയായിട്ടും ഉപയോഗിക്കാറുണ്ട്. അതായത് ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് ദോഷഫലങ്ങളും ഉണ്ടാകാറുണ്ട്. അതായത് ചില ആൾക്കാർ ഇത് ധാരാളമായി ജ്യൂസ് അടിച്ച് ദിവസവും കുടിക്കുകയും അതിൻ്റെ പ്രകാരം നമുക്ക് ഓക്സാലിക് ആസിഡ് കൂടുകയും ചെയ്യുന്നു. ഈ ഓക്സലേറ്റ് നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടി ഓക്സലേറ്റ് ന്യൂറോപ്പതി ആകാനും അതുപോലെ തന്നെ സിവിയർ വൃക്ക തകരാറിലാകാനും ഇത് സാധ്യതയുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നമ്മൾ ഉപയോഗിക്കുക. അച്ചാറിട്ടായാലും ഇപ്പോൾ ഇതിൻ്റെ അച്ചാർ ഒരുപാട് നിത്യേന നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നിത്യേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഒന്നും അമിതമാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ, അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗവും. എത്ര നല്ല സാധനവും നമ്മൾ കൂടുതലായിട്ട് നിത്യേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു ദോഷഫലങ്ങളും ഉണ്ടാകും. അപ്പോൾ ഏതൊരു ഒറ്റമൂലി ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്കും. താങ്ക്